ചില ആളുകൾ സംസാരം കേട്ടാൽ ഇവനെന്തോ കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതുപോലെ അവന്റെ തമാശ എപ്പോൾ നോക്കിയാലും കല്യാണം കഴിച്ച് കുടുങ്ങിപ്പോയി എന്ന അർത്ഥത്തിലായിരിക്കും. ചില ആളുകളുടെ തമാശ മുഴുവൻ ഇതാണ്, ഒന്ന് കെട്ടി ജീവിതം മടുത്തുപോയി എന്നൊക്കെ പറയും. അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ വരുന്ന ഒരുത്തനെ കണ്ടു കഴിഞ്ഞാൽ പറയും, മോനെ ഞാൻ പഠിച്ചുപോയി, ഒരിക്കൽ പെട്ടുവരുത്. ഇതൊരു വ്യാപകമായ സംസാരമാണ്. പക്ഷെ അൽഹംദുലില്ലാ, നിങ്ങൾ ദീൻ പാലിച്ച് ജീവിക്കുന്ന ആളുകളോട് സംസാരിച്ചാൽ ഏറ്റവും സുന്ദരമായ അവരുടെ അനുഭവങ്ങളിലൊന്ന് വിവാഹമാണ്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം തന്റെ ഭാര്യയെ കുറിച്ച് പറയാറുണ്ടായിരുന്നു എന്നാണ്, ധാരാളം വർഷം ഞാൻ അവളോടൊപ്പം ജീവിച്ചിട്ടുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഒരു വാക്കിൽ പോലും പരസ്പരം തെറ്റിയിട്ടില്ല. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് തന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞു വാക്കാൻ. അദ്ദേഹം അതിനുശേഷം പിന്നെ കല്യാണം കഴിച്ചിട്ടില്ല, അവരുടെ മരണത്തിന് ശേഷം പിന്നെ അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല. യഹ്യ അൽ ഹിന്ദി അൽ അൻദലൂസി അദ്ദേഹം തന്റെ ഭാര്യ മരിച്ചു, എന്നിട്ട് അദ്ദേഹത്തിന് മരണം ആസന്നമായപ്പോൾ അദ്ദേഹത്തിന്റെ മകനോട് അദ്ദേഹം പറഞ്ഞ വസിയത്തുകളിൽ ഒന്ന് ഇപ്രകാരമാണ്: ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഖലീലത്തിനോടൊപ്പം എന്റെ കൂട്ടുകാരിയോടൊപ്പം അവളുടെ ചാര എന്നെ ഖബറടക്കുക, അവളുടെയും എന്റെയും എല്ലുകൾ മണ്ണിൽ ചേർന്ന് ഒരുമിക്കട്ടെ. എനിക്ക് ആഗ്രഹമുള്ളതുപോലെ എന്റെ ഖബർ അവളുടെ ഖബറിന്റെ മുന്നിലോ പിന്നിലോ സൈഡിലോ എവിടെ വേണമെങ്കിലും നീ ആക്കിക്കും. ഞാൻ അവളുടെ മുന്നിലാകുന്നതോ അവൾ എന്റെ മുന്നിലാകുന്നതോ എനിക്ക് പ്രയാസമില്ല. മരിച്ചതിന് ശേഷവും നിലനിൽക്കുന്ന സ്നേഹമാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് ജീവിക്കുക, കുടുംബജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ദുനിയാവിലെ മനോഹരമായ അനുഭവങ്ങളിലൊന്നാണ് വൈവാഹിക ജീവിതം. അതങ്ങനെയാണെങ്കിൽ അള്ളാഹു അങ്ങനെ തൗഫീഖ് നൽകിയാൽ, അതങ്ങനെയല്ലെങ്കിൽ ദുനിയാവിലെ പ്രയാസങ്ങൾ, കടുത്ത പ്രയാസങ്ങളിലൊന്നാണ് ഇത്. വലിയൊരു തലവേദനയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.